ഇൻകുലാബ് സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്. CPM നേതാക്കളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ പാർട്ടി മുറ്റത്തേക്ക് പിണറായി വിജയനെത്തി. സിപിഐഎം സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്. AK ഗോപാലിന്റെ പേരിലുള്ള സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ അദ്ദേഹത്തിന്റെ ജീവസുറ്റ ശില്പം. അനാച്ഛാദനം ചെയ്യുന്നത് കാണാൻ മകൾ ലൈല മുൻനിരയിലുണ്ടായിരുന്നു. CPM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കം മുതിർന്ന നേതാക്കൾ, മന്ത്രിമാർ, ഘടകകക്ഷി നേതാക്കൾ എല്ലാവരും കുശലം പറഞ്ഞ് പാർട്ടി ഓഫീസ് മുറ്റത്ത്. പഴയ AKG സെന്ററിലെ ഓഡിറ്റോറിയത്തിലായിരുന്നു പൊതുസമ്മേളനം. 10ാം ഉദയത്തിന് ഉദ്ഘാടനം വെച്ചെന്ന വിവാദങ്ങൾക്ക് ആദ്യം പിണറായിയുടെ മറുപടി. എവിടെയോ ഏതോ മൂലക്ക് ഈ ദിനത്തിന്റെ എന്തോ ഒരു പ്രത്യേകത വെച്ചുകൊണ്ട് അത് പഞ്ചാംഗം നോക്കി കണ്ടുപിടിച്ചിട്ടാണ് ഈ ആഫീസ് ഉദ്ഘാടനം ഈ തീയതിക്ക് വെച്ചത് എന്ന് കണ്ടുപിടിച്ച അവരുടെ ഗവേഷണ ബുദ്ധിക്ക് മുന്നിൽ നീണ്ടൊരു നമസ്കാരം നമുക്ക് വരുന്നു. LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ പറഞ്ഞും കേന്ദ്രത്തെ വിമർശിച്ചും തുടർ പ്രസംഗം. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ഇവിടെ 32 സെന്റ് സ്ഥലം വാങ്ങിയത്. 11 നില കെട്ടിടത്തിൽ 2 നില സെല്ലുലാർ പാർക്കിങ്ങും 9 നിലയിൽ മറ്റ് അനുബന്ധ മുറികളും. സ്റ്റെപ്പ് കയറിയോ ലിഫ്റ്റിലോ 1ാം നിലയിലേക്ക് എത്താം. അവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വന്നാൽ വിശാലമായ സ്ഥലമാണ്. ഇതാണ് കോൺഫറൻസ് മുറി. ഇവിടെ വാർത്താ സമ്മേളനം നടത്താം. ഒപ്പം മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നതും ഇവിടെയാണ്. 2ാം നിലയിലാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെയും ഒപ്പം മറ്റ് സ്റ്റാഫുകളുടെയും എല്ലാം മുറി. ഇതാണ് സംസ്ഥാന സെക്രട്ടറിയുടെ റൂം. 6, 7, 8 നിലകളിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക്, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക്, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് എല്ലാം ഉള്ള വിശ്രമ മുറികളാണ്. 9ാം നിലയിലാണ് ക്യാൻറ്റീൻ. ഏറ്റവും മുകളിൽ ജ്വലിക്കുന്ന അരിവാൾ ചുറ്റിക അടയാളം. പണി തീർന്നെങ്കിലും പുതിയ കെട്ടിടത്തിലേക്ക് പാർട്ടി ആസ്ഥാനത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി മാറാൻ ഇനിയും ദിവസങ്ങളെടുക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.